ഹേ ഹലോ വെൽക്കം ബാക്ക് ടു ദ മൂവി റിവ്യൂ ഓഫ് മോളിവുഡ് ടൈംസ്. നമ്മുടെ നസ്ലിന്റെ പടമായിരുന്നു. അത്യാവശ്യം നല്ല പ്രതീക്ഷയായിട്ട് ഞാൻ മൂവി പോയി കണ്ടേട്ടാ. നസ്ലിന്റെ അല്ലേ, നസ്ലിന്റെ ഒരു ഇത് പടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ എനിക്ക് മൂവിയെ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ഒരു നസ്ലിന്റെ മൂവി കാണുന്ന ഒരു ഫീല് കിട്ടിയിട്ടില്ല. കാരണം പ്രേമലു, ലോക, പിന്നെ നമ്മുടെ ആലപ്പുഴ ജിങ്കാന, അങ്ങനെ നസ്ലിൻ്റെതായ മൂവീസ് ഒക്കെ ഇല്ലേ, അവൻ്റെതായ ഒരു ക്യാരക്ടറിസം, അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മിസ്സായി ഈ മൂവിയിൽ. പിന്നെ ഈ മൂവിയുടെ ഒരു ശൈലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായ മൂവി, ഇതുവരെ നമ്മൾ കണ്ടതിൽ വെച്ച് ഒരു യുണീക്നെസ് പിടിക്കാനാണ് ഈ മൂവിയിൽ നോക്കിയത്, ഈ മുകുന്ദനി അസോസിയേറ്റ്സ് ഒക്കെ പോലെ. ബട്ട് ഇത് അത്ര എനിക്ക് വർക്കായിട്ടില്ല. പിന്നെ കാസ്റ്റിങ്ങുകൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നസ്ലിന് പറ്റിയൊരു ക്യാരക്ടറാണ് ഈ മൂവിയിലെ എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ആ ഒരു കാസ്റ്റിങ്, നസ്ലിൽ നിന്നും സൈഡിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിന് പറ്റിയൊരു ക്യാരക്ടർ, നസ്ലിനെ പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ്, അങ്ങനെയൊന്നും എനിക്ക് ഇതിൽ ഫീൽ ചെയ്തില്ല. കുറച്ചും കൂടിയും നസ്ലിൻ ഒരു ചെറുപ്പൻ പയ്യനാണ്. അപ്പോൾ നസ്ലിൻ്റെ ആ ഒരു ചെറുപ്പ പയ്യന് വരുന്ന ക്യാരക്ടർ ഓക്കെ, തുടക്കത്തിൽ ഓക്കെ, ഇൻട്രോയിൽ വരെയൊക്കെ ഓക്കെയാണ്. അതിന് ശേഷം പിന്നെ അങ്ങോട്ടൊന്നും സെറ്റ് ആവാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതേപോലെ തന്നെ കുറേ മലയാളം മൂവീസിൽ തന്നെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള നടന്മാരൊക്കെ ഈ മൂവിയിലുണ്ട്. ഷർഫുദ്ദീൻ, വിനീത് ശ്രീനിവാസൻ, അങ്ങനെ കുറേ പേരുണ്ട്. എല്ലാവരും ഞാൻ പറയണില്ല, സ്പോയിലറോ. അങ്ങനെ അത്യാവശ്യം നല്ല ആക്ടേഴ്സും ഉണ്ട്. അത്യാവശ്യം നല്ല ക്യാമറ വർക്കായാലും ആർട്ടായാലും സിനിമറ്റോഗ്രാഫി, എഡിറ്റിങ്, അതൊക്കെ അടിപൊളിയായിരുന്നു മൂവിയിൽ. അത്യാവശ്യം നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മൂവി അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന രീതിയിലാണ് ഒരു ഇൻട്രോയിൽ വരെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇൻട്രോയിലിന് ശേഷം എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇൻട്രോയിലിന് ശേഷം ആയിരിക്കും കൂടുതൽ കാര്യങ്ങൾ നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിടിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാന്ന് വെച്ചു. പക്ഷെ ഇൻട്രോയിലിന് ശേഷം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ മൂവി മൊത്തത്തിൽ നോക്കുമ്പോൾ എനിക്കൊരു ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ സിനിമയ്ക്കുള്ളിലെ സിനിമയാണ് ഈ മൂവിയിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ സിനിമയിലേക്ക് എത്തിപ്പെടുന്ന നസ്ലിൻ്റെ ഒരു ചെറിയ ജേണി, പിന്നെ ആൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറേ സ്ട്രഗിൾസ് മാത്രമേ ഉള്ളൂ ഈ മൂവിയിൽ. പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയിൽ ഒരു ചെറിയ മെസ്സേജ് ഉണ്ട്. നമ്മൾ എന്തൊക്കെ പരാജയങ്ങൾ വന്നാലും നമ്മുടെ സൈഡ് നമ്മൾ എപ്പോഴും ഉറച്ചു നിൽക്കണം. നമ്മുടെ സ്കില്ലിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. വിജയം എന്നുള്ളത് ഒരു നേടിയെടുക്കേണ്ട വലിയൊരു സംഭവമല്ല, അത് നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതാണ് എന്നുള്ള ഒരു പരിപാടിയുണ്ട്. അത് നന്നായിരുന്നു. അതേപോലെ തന്നെ സിനിമ ഇൻഡസ്ട്രിയിലെ കാര്യങ്ങൾ പലതും ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട് ഈ മൂവിയിൽ. അങ്ങനെയൊക്കെ തന്നെ എനിക്ക് അത്ര മൂവി കണക്റ്റ് ആയില്ല. ഓക്കെ, ജസ്റ്റ് ഞാൻ കണ്ടിരുന്നു, വൺ ടൈം വാച്ചബിളായിട്ട് കാണുന്ന പോലെ ജസ്റ്റ് കണ്ടിരുന്നു മാത്രം. അത്രയൊക്കെ തന്നെ ഈ മൂവിനെ കുറിച്ച് പറയാനുള്ളൂ. അടുത്തൊരു മൂവി ആയിട്ട് കാണാം. ബൈ.